നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലെ വിദ്യാഭ്യാസ വാർത്തകൾ. തൊടുപുഴ അൽ-അസ്ഹർ ഡെന്റൽ കോളേജിന്റെ 2024 വർഷത്തെ പുതിയ അധ്യയന ആരംഭ ചടങ്ങ് നവംബർ 14 രാവിലെ 10:30 ക്യാമ്പസിൽ വെച്ച് നടന്നു. ചെയർമാൻ KM മൂസാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കിൻസ് ഫൗണ്ടർ ഡയറക്ടർ ഡോക്ടർ MA മുഹമ്മദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അൽ-അസ്ഹർ ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് കുമാർ PR, MD അഡ്വക്കേറ്റ് മിജാസ് KM, ഡോക്ടർ അമൻ EA, അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ ആനി ജോർജ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ലക്ഷ്മി പ്രിയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കമൻസ്മെന്റ് സെറിമണി വളരെ സന്തോഷകരമായ സുദിനത്തിൽ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസികളെല്ലാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളെല്ലാം 3 ഇയർ ഡിഗ്രി കോഴ്സുകളെല്ലാം 4 ഇയറിലേക്ക് വന്നിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് വിദേശ സർവകലാശാലകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്ന കാലഘട്ടമാണ്. ആ സമയത്താണ് നമ്മുടെ ഇതുപോലുള്ള ഈ സ്ഥാപനങ്ങൾക്കെല്ലാം അതിൻ്റെ മുന്നിലേക്ക് ഉയരുവാനും ഉയർച്ചയിലേക്ക് എത്തുവാനും കഴിയുന്നത്. അതിന് നമ്മുടെ അൽ-അസ്ഹർ അതിനെ ഡീംഡ് യൂണിവേഴ്സിറ്റി പദത്തിലേക്ക് ഉയരുവാനുള്ള അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ദന്തരോഗങ്ങളുടെ ഉത്തരവർദ്ധനവും മതിയായ വിദഗ്ധ ഡോക്ടർമാരുടെ കോഴ്സുകളുടെ അഭാവവും കാരണം BDS ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ബിരുദ കോഴ്സുകളൊന്നായി മാറിയിരിക്കുകയാണ്. ഒരു നല്ല അംഗീകൃത കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ബിരുദം നേടിയ ശേഷം ദന്തരോഗങ്ങൾ കണ്ടെത്തുകയും ഒപ്പം അതിനനുസരിച്ച് ചികിത്സാ പദ്ധതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ദന്തരോഗ വിദഗ്ധനായി ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തമായി പ്രാക്ടീസ് ആരംഭിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത. Join this institution today, and I am sure after 5 years you will be one of the best faculty in dental today, I am sure. So wish you all the best for that. I have a lot of connection with the dental fraternity. In fact, I was studying while I was working in Pathanamthitta Government Hospital. I used to do extraction of the teeth. So at that time there were not much dental surgeons, and being an ENT surgeon, people thought ENT പല്ലെടുക്കുന്നു ENT കാരാണെന്ന് എഴുതി പലരും വന്നിരുന്നു. ഞാൻ പല്ലെടുത്തു വിടുകയും ചെയ്തു. ഭാഗ്യത്തിൻ്റെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ I was instrumental or I was a major factor in starting so many medical colleges in Kerala and even outside Kerala. In Delhi, he was a cabinet health minister. He was a very close friend of mine. He used to come and stay with me in Dubai. And I was instrumental to starting of the few dental colleges. Like, in fact, he gave me a dental college at that time in Tamil Nadu. Dental college was started. I was also heavily involved with that, where my health minister helped me. Like that, I was instrumental in MES Medical College. This health minister gave approval. And in fact, KIMS also, he gave a dental college. We thought we will not start. Even medical college also, he was ready, we could not. In so many dental institutions to be started. കുറച്ച് തള്ളലാണെന്ന് തോന്നുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഞാൻ ഈ തള്ളലെന്ന് പറയുന്നത് ഞാൻ ബിക്കോസ് ജോക്കിംഗ്ലി ഐ ഹാവ് എ ഗുഡ് ഫ്രണ്ട് വാസ് എ സീനിയർ IAS officer and a central cabinet minister. I don't want to mention name, but most of the people know. He was my good friend. He was master of Tallal. And Tallal പഠിപ്പിച്ചത് ഇദ്ദേഹമാണ്, ഈ senior IAS officer and central minister. He was a Delhi commissioner, so he was a very, very drastic and dynamic IAS officer. And he has demolished a lot of unauthorized constructions in Delhi. ഡൽഹി ചേരിയിലെ എല്ലാം അടിച്ചു പൊളിച്ച ഒരു വ്യക്തിയായിരുന്നു. He was really genius. And one day he was speaking in Kuttikanam, what is that college? Ariyam College. 2000 വീടുകൾ തല്ലി തകർത്തു. അപ്പോൾ പുറകിലിരുന്ന ഒരു സ്റ്റുഡന്റ് എഴുതിയിരുന്നു, സർ 2000 2342 പറഞ്ഞു. അപ്പോൾ the fun is that
ആ കുട്ടി പറഞ്ഞു എന്നോട് ഫാദർ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ എണ്ണമൊക്കെ അതുകൊണ്ട് എണ്ണം പഠിച്ചു കൂടണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇറ്റ് വാസ് ജോക്കിംഗ്. നിങ്ങൾക്ക് തമാശ മനസ്സിലായിട്ടാന്ന് തോന്നിച്ചിരിക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ ദിസ് ഈസ് എ തമിഴ് സ്റ്റാൻഡേർഡ് തമിഴ്സ്. സോ ലെറ്റ് മീ ഓൾസോ ഡു സം തമിഴ്സ്. മൂസായെ പറ്റിയൊന്നും മുഴുവനായിട്ട് പറഞ്ഞിട്ട് അവിടെ തള്ളാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. ലെറ്റ് മീ സീ വെദർ ഇറ്റ് മേ ബി എ മോട്ടിവേഷൻ. ലെറ്റ് മീ ഹാവ് സം തമിഴ്സ്. So I was a good student for my SSLC and I studied for pre-degree in Maharajas. It was very difficult to get admission in Maharajas. ബഹുമാനത്തോടെ തന്നെയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മുഖ്യ പ്രഭാഷണമാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്ന് തന്നെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് കുട്ടികളെ ക്ലാസ്സിൽ കയറ്റിയിരുത്തി വീട്ടിൽ പോകേണ്ട സമയമുണ്ട്, എനിക്കറിയാം. എങ്കിലും എൻ്റെ ഈ കൊച്ചഞ്ചന്മാരും അഞ്ചത്തിമാരും പറയാനുള്ളത് സ്ഥാപനം വളരെ ഫ്രണ്ട്ലി വിദ്യാർത്ഥി സൗഹൃദമുള്ള ഒരു സ്ഥാപനമാണ് എന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. പഠിച്ചെടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളെ 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ സാധാരണ ബസ്സിലിരിക്കുകയും ഇപ്പോൾ വൈറ്റ് കോട്ട് ഇട്ടിരിക്കുകയും ചെയ്യുകയാണ്. നിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ വൈറ്റ് കോട്ടിലേക്ക് മാറി. ഈ വൈറ്റ് കോട്ടിനായി നിങ്ങളെ എത്തിച്ച നിങ്ങളുടെ രക്ഷിതാക്കൾ, അവരോട് നിങ്ങൾ കടപ്പെട്ടിരിക്കണം എന്നാദ്യമായി സൂചിപ്പിക്കുകയാണ്.